കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഉൽപ്പത്തിയുടെ പുസ്തകം 15-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: അതിന് അബ്രഹാം, കർത്താവായ യഹോവേ, നീ എനിക്ക് എന്തു തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ എന്നു അബ്രഹാം യഹോവയോട് സങ്കടം പറയുകയാണ്. അപ്പോൾ ഒരു ദിവസം ദർശനത്തിൽ കർത്താവ് അബ്രഹാമിന് വെളിപ്പെട്ടു. അപ്പോൾ വെളിപ്പെട്ടിട്ട് പറയാണ്: അബ്രഹാമേ, നീ ഭയപ്പെടണ്ട, ഞാൻ നിൻ്റെ പരിചയം നിൻ്റെ അതിമഹത്തായ പ്രതിഫലവും ആകുന്നു എന്ന്. എൻ്റെ പ്രിയ ദൈവമക്കളെ, നാം വിചാരിക്കും ഈ ലോകത്ത് നമുക്കൊന്നുമില്ല, അല്ലെങ്കിൽ നമ്മെ സ്നേഹിക്കാൻ ആരുമില്ല, അല്ലെങ്കിൽ നാം ആഗ്രഹിച്ചത് കിട്ടിയിട്ടില്ല എന്ന് പല രീതിയിൽ നാം വേദനപ്പെടും. പക്ഷേ അബ്രഹാം പിതാവിനോട് പറഞ്ഞ ദൈവം ഇന്ന് നമ്മോടും പറയാണ്: ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് മഹത്തായ പ്രതിഫലം ആകുന്നു എന്ന്. അപ്പോൾ എൻ്റെ പ്രതിഫലം, നമ്മുടെ പ്രതിഫലം, നാം ഈ ലോകത്ത് ജീവിക്കുന്നതിൻ്റെ പ്രതിഫലം അത് യഹോവയാണ്. എൻ്റെ പ്രിയ ദൈവമക്കളെ, കർത്താവിൽ നാം വിശ്വസിക്കുമ്പോൾ ആ ഒരു പ്രതിഫലം കർത്താവിൽ നിന്ന് നിർബന്ധമായിട്ട് നമുക്ക് വരും. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ പരിചയം നിൻ്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു എന്ന് യഹോവ ദർശനത്തിൽ അബ്രഹാമിനോട് പറഞ്ഞപ്പോൾ അബ്രഹാം തൻ്റെ ഹൃദയവേദന പറയുകയായിരുന്നു: കർത്താവേ, എനിക്ക് എന്ത് തരും? ഞാൻ മക്കളില്ലാത്തവനല്ലേ, നിനക്ക് എന്ത് തരും? ഞാൻ മക്കളില്ലാത്തവനല്ലയോ എന്ന്. എൻ്റെ പ്രിയ ദൈവമക്കളെ, ഈ ഒരു മെസ്സേജ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരു തലമുറയ്ക്ക് വേണ്ടി എത്രയോ ഭാരപ്പെട്ട് കാണും, എത്രയോ നേർച്ച കാഴ്ചകൾ കഴിച്ചു കാണും, എത്രയോ സ്ഥലങ്ങളിൽ നിങ്ങൾ പോയി കാണും. പക്ഷേ ഇന്ന് കർത്താവിനോട് ഇന്ന് ഈ രാത്രി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, കിടക്കയിൽ പോയി കിടക്കുമ്പോൾ കർത്താവിനോട് നിങ്ങൾക്ക് ചോദിക്കാമല്ലോ: കർത്താവേ, നീ അബ്രഹാമിനോട് പറഞ്ഞല്ലോ, ഞാൻ നിൻ്റെ പരിചയം നിൻ്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു എന്ന്. നിൻ്റെ കരങ്ങളിലിരിക്കുന്ന പ്രതിഫലമായ ഒരു കുഞ്ഞിനെ എനിക്ക് നീ തരണം എന്ന്. ഞാൻ മക്കളില്ലാത്തവനായി, അല്ലെങ്കിൽ മക്കളില്ലാത്തവളായി ഞാൻ ഇരിക്കുന്നു, സമൂഹത്തിൽ ഞാൻ നിന്ദിക്കപ്പെടുന്നു, എന്നെ എല്ലാവരും ഒരു കുറ്റക്കാരിയെ പോലെ കാണുന്നു, എനിക്കതുകൊണ്ട് ഒരു കുഞ്ഞിനെ തന്നേ തീരൂ എന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ പ്രിയ ദൈവമക്കൾ, അതേപോലെ തന്നെ ജീവിതത്തിൽ ഏത് അനുഗ്രഹമാണ് ഈ ഒരു തലമുറ ഇല്ലാത്തതുപോലെ വറ്റിപ്പോയി അടുത്ത കുടുംബത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ ഇല്ലാത്തതുപോലെ ഇരിക്കുന്നുവോ, ആ ഒരു വിഷയത്തെ ഇന്ന് രാത്രി നിങ്ങൾ കിടക്കയിൽ പോയിരിക്കുമ്പോൾ കർത്താവിനോട് പറയുക: കർത്താവേ, നീ എൻ്റെ അതിമഹത്തായ പ്രതിഫലമാകുന്നുവല്ലോ, ഞാൻ ഇന്ന കാര്യത്തിൽ വേദനയോടെ ഇരിക്കുന്നു, അതിൽ ഒരു പ്രതിഫലം എനിക്ക് തരണം എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കിടക്കുക. അധികം താമസിക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം കിട്ടുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ദൈവമേ, ഈ രാത്രിയിൽ കർത്താവേ, ഇവർ കിടക്കയിലേക്ക് പോകുമ്പോൾ കർത്താവേ, അവരെന്ത് ആണ് നിന്നോട് യാചിച്ച് ഒരു പ്രതിഫലത്തിന് വേണ്ടി നിൻ്റെ മുമ്പിൽ ഇരിക്കുന്നുവോ കർത്താവ്, എത്രയോ വർഷമായതോ ആകട്ടെ, അല്ലെങ്കിൽ ചില മാസങ്ങളായതാകട്ടെ, അല്ലെങ്കിൽ കാലപ്പഴക്കം ചെന്ന് ഇനി കയ്യിൽ കിട്ടത്തില്ലെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാകട്ടെ, എന്തായാലും നീ ഇവർക്ക് ഒരു വലിയ ഒരു പ്രതിഫലമാകുന്നു എന്ന് നിൻ്റെ മക്കൾ തിരിച്ചറിയുവാൻ ഇവരാഗ്രഹിക്കുന്ന പ്രതിഫലം കർത്താവെ, അത് നിൻ്റെ സന്നിധിയിൽ ന്യായമായതാണെങ്കിൽ ഈ മക്കൾക്ക് ഈ രാത്രി തന്നെ നൽകി കർത്താവെ, അവർക്ക് നീ ഒരു മറുപടി കൊടുത്ത് ഇവരുടെ മരുഭൂമിയായ ജീവിതത്തിൽ വരണ്ടുപോയി കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കിടക്കുന്ന നിങ്ങൾക്ക്, ഈ മക്കൾക്ക് ഇരുട്ടിൻ്റെ കർത്താവെ അണിയറയിൽ കിടക്കുന്ന നിൻ്റെ മക്കൾക്ക് ദൈവമേ ഒരു വെളിച്ചം പകരുവാൻ, ജീവിതത്തിൽ ഒരു നന്മ പകർന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലതും കർത്താവെ നന്മയ്ക്കായി നടത്തുന്ന എൻ്റെ അപ്പനെ, അപ്പാ, നിൻ്റെ മക്കൾക്ക് കർത്താവെ ഈ ലോക ജീവിതത്തെ കർത്താവ് ജയത്തോട് ജീവിച്ച് മുടിയൊക്കെ തീർത്ത് നിൻ്റെ രാജ്യത്തിൽ വന്നു ചേരുവോളം നിൻ്റെ വലതുകരം പിടിച്ച് നിൻ്റെ മക്കളെ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഒരു മഹത്തായ പ്രതിഫലമാകുന്നു എന്ന് തങ്ങളുടെ ജീവിതത്തിൽ ഈ മക്കൾ തിരിച്ചറിവാൻ തക്കവണ്ണം ഒരു വലിയൊരു വാതിൽ തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.